വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് 9,000 താഴെയാണ്. മാർക്കറ്റ് ഒരു പിടിയും തരാണ്ട് താഴോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ആകെ പ്രതിസന്ധിയിലാണ്. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് യു തിങ്ക് അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ, ഇത്രയും കോടികളുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കണ്ണും പൊട്ടി നോക്കിയിരിക്കുമോ? ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുക? അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരുപാട് പേര് എന്നോട് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻസിന്റെ ബേസിക്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ ഒരു വീഡിയോയിൽ ഞാൻ ഡെറിവേറ്റീവിനെ പറ്റിയിട്ട്, അതായത് ഡെറിവേറ്റീവ് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷൻ. ഇവിടെയാണ് എക്സാക്ട്ലി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വരുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെ ഇത്രയും കോടികളുടെ നഷ്ടം പോർട്ട്ഫോളിയോയിൽ വരുന്ന സമയത്ത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആരുടെ കയ്യിലും അല്ല. അപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് പോകാണ്ട് പല ഇൻവെസ്റ്റേഴ്സിനും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഇവർ കണ്ണും കൂട്ടി നോക്കിയിരിക്കില്ല. ദേ ഹാവ് ടു ഡു സംതിങ്. എങ്ങനെയെങ്കിലും ആ വന്ന നഷ്ടം അവർക്ക് നികത്തണം. ആ നഷ്ടം നികത്താൻ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ പഠിക്കണം, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്നൊക്കെ. ആരെങ്കിലും ഒന്ന് നോക്കിയായിരുന്നു? എവിടെയല്ലേ? ഞാനിതൊക്കെ ആർക്ക് വേണ്ടിയാണോ പറയുന്നത്? ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ സ്ട്രാറ്റജീസും ടെക്നിക്കൽസും ഒക്കെ അറിയുന്ന ആൾക്കാർ പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ. അല്ലെങ്കിൽ പൈസ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ ഈ നഷ്ടം, ഈ പോർട്ട്ഫോളിയോയിൽ അവർക്ക് വന്ന നഷ്ടം അവർ നികത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആയ സ്ട്രാങ്കിൾ, സ്ട്രാഡിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് പോയി പിന്നെ നോക്കി. നിങ്ങൾ ആരെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയോ? ആ ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ സ്ട്രാഡിൽ നമ്മൾക്ക് അറിയുമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് നഷ്ടം, നമുക്ക് വന്ന പോർട്ട്ഫോളിയോയിൽ വന്ന നഷ്ടം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നികത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. പക്ഷേ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നഷ്ടം നികത്താനുള്ള ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു നമ്മൾക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത്യാഗ്രഹം വരും. അപ്പോൾ ഓപ്ഷനെ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ അത്യാഗ്രഹം എന്താണെന്ന്. അത്തരത്തിലുള്ള അത്യാഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ ഒരിക്കലും അറിയാണ്ട് ഒരു ഭാഗ്യപരീക്ഷണം പോലെ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കറക്റ്റ് സിറ്റുവേഷനാണ്, റൈറ്റ് സിറ്റുവേഷൻ. ഇത്തരത്തിലുള്ള ഈ നിഫ്റ്റി എന്തൊരു പോക്കാ പോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ വല്ലപ്പോഴേ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡെറിവേറ്റീവ്സ് ആണ് ആക്ച്വലി ഈ ഒരു ഇൻവെസ്റ്റർ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ആവർത്തന വിരസത ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. ഇനി അത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ ബ്രീഫായിട്ടൊരു ഇൻട്രഡക്ഷൻ തരാം. ഓക്കെ, നമ്മൾ കുറച്ച് സ്റ്റോക്സ് വാങ്ങി. എന്നിട്ട് നമ്മളെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. മാർക്കറ്റൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പോവാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സ് ഒക്കെ ഇങ്ങനെ വാല്യൂസ് ഒക്കെ കൂടുകയാണ്. നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നു. അപ്പോൾ നമ്മളെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സിൻ്റെ പ്രൈസൊക്കെ ഇങ്ങനെ കൂടുന്നു. ആഹാ, എന്ത് രസം കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ നോക്കിയിരിക്കുക. നല്ല രസമല്ലേ കാണാൻ. ഇനി ഇതേപോലെയല്ല, നേരെ മറിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് പ്രൈസ് ഒക്കെ താഴോട്ടേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇപ്പം സംഭവിക്കുന്ന പോലെ മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്നു. നമ്മുടെ സ്റ്റോക്സിൻ്റെ ഒക്കെ, നമ്മൾ വാങ്ങിയ സ്റ്റോക്സിൻ്റെ ഒക്കെ ഷെയർ പ്രൈസ് താഴോട്ടേക്ക് പോകുന്നു. വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നു. എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയിരുന്നോണ്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അപ്പോൾ അന്നേരം ഈ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. അത് യൂസ് ചെയ്ത് അവരുടെ പോർട്ട്ഫോളിയോയിൽ വന്ന ആ നഷ്ടം അവർ ഈ ഒരു ഡെറിവേറ്റീവ് വഴി അവർ ഇല്ലാണ്ടാക്കുന്നു. അതാണ് ബേസിക് ഡെറിവേറ്റീവ്സിന്റെ പർപ്പസ്. അപ്പോൾ ഇത് ഫിനാൻസിനെ പറ്റി അറിയുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും ഇത് ചെയ്യും. ഇനി നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻസിനെ ഫ്യൂച്ചേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നു. പലയിടത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു അവസരമാണ്, മാർക്കറ്റ് താഴെ പോകുന്നു, ഇപ്പോൾ ഒരുപാട് സ്റ്റോക്സ് വാങ്ങാൻ പറ്റിയ നല്ലൊരു ടൈമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആഹാ കൊള്ളാലോ, കുറച്ച് സ്റ്റോക്സ് ഒക്കെ വാങ്ങാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് സാധാരണപ്പെട്ട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവർ കോമൺ മാൻ ആണ്. അപ്പോൾ കോമൺ മാൻ എന്താ ചെയ്യേണ്ടത്? കോമൺ സെൻസ് യൂസ് ചെയ്യുക.
ബേസിക്കലി നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇപ്പൊ നിഫ്റ്റി ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ വൈറസ് കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണുന്നത്. ഇനിയും കൊറോണ വൈറസിന്റെ എഫക്ട് കൂടുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റ് താഴോട്ടേക്ക് പോകും. അപ്പൊ നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ബേസിക്കലി കോമൺ സെൻസ് യൂസ് ചെയ്ത് ചിന്തിക്കും. എല്ലാം കൊണ്ടേ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ പൈസക്കോ ഇപ്പോൾ കുറച്ച് സ്റ്റോക്സ് വാങ്ങാം, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റോക്ക് വാങ്ങാം, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഏത് സ്റ്റോക്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് ആ ഒരു സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കമ്പനി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാം കൊണ്ടേ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പൈസയൊന്നുമില്ല, കയ്യിലാണെങ്കിൽ കുറച്ച് സ്റ്റോക്സും ഉണ്ട്, ഇനി എന്താക്കും? ഒന്നും ചെയ്യണ്ട, ഹോൾഡ് ചെയ്തോ. കാരണം ഇപ്പൊ വിൽക്കുവാണെങ്കിൽ വലിയൊരു നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കമ്പനി നല്ലതാണെങ്കിൽ, ഈ ഒരു കൊറോണ എഫക്റ്റ് കാരണമാണ് സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോയതെങ്കിൽ ഹോൾഡ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ പല ദുരന്തങ്ങളും വരുമ്പം നമ്മളുടെ മനുഷ്യന്മാർക്കുള്ളൊരു ചിന്താഗതിയാണ് തീർന്നു, ലോകം അവസാനിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലോകം പണ്ടേ അവസാനിക്കേണ്ടതാണ്. അപ്പൊ ഇനിയും ഇതും കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഭാവിയിൽ ഉണ്ടാവും. കുറച്ച് ടൈം എടുക്കും. അപ്പൊ നിങ്ങൾ പാനിക് ആവാണ്ട് നഷ്ടം വരുവാണെങ്കിൽ ബെറ്റർ യു ഹോൾഡ് ദാറ്റ് ഇഫ് ദ കമ്പനി ഈസ് റിയലി ഗുഡ്. ഇനി സ്റ്റോക്കൊന്നും വാങ്ങിയിട്ടില്ല. കുറെ പേര് പറയുന്നുണ്ട് നിഫ്റ്റി ഒക്കെ താഴോട്ട് പോയി, ഇപ്പോൾ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്, കുറെ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ വാങ്ങാം, പിന്നെ ഇപ്പോൾ വാങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ ചിന്തിച്ച് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്, വാങ്ങണോ വേണ്ടിയോ? കാരണം ഇനിയും മാർക്കറ്റ് താഴോട്ട് പോയാലോ എന്ത് ചെയ്യും? അപ്പം ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ കാണുകയാണ് 12,000 ഉണ്ടായിരുന്ന ആ നിഫ്റ്റി താഴോട്ടേക്ക് ഒരു 8,000 ചില്ലറ പോയിന്റിലോട്ടാണ് താഴോട്ടേക്ക് വന്നത്. 10 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ചേഞ്ച്. അപ്പം തിരിച്ച് ഈ ഒരു വാല്യൂ നിന്ന് ലോവർ വാല്യൂ നിന്ന് ഈ 12,000 എന്തായാലും പെട്ടെന്നൊന്നും പറ്റില്ല. വന്ന സ്പീഡിലൊന്നും താഴോട്ട് വന്ന സ്പീഡിൽ എന്തായാലും മുകളിലോട്ട് വരില്ല. കുറച്ച് ടൈം എന്തായാലും എടുക്കും നിഫ്റ്റി കയറി വരാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ആലോചിച്ചോളൂ, ഇഷ്ടംപോലെ ആലോചിച്ചോളൂ. അപ്പൊ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. ഇനിയിപ്പോൾ വാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ വാങ്ങണം, കാരണം ഇനി ഓപ്പർച്യൂണിറ്റി വരും. അതുകൊണ്ട് വാങ്ങണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. കമ്പനി നല്ലതാണെങ്കിൽ, ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണെങ്കിൽ, കറക്റ്റ് പോയിന്റിലാണ് നിങ്ങൾ വാങ്ങുന്നത് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് അറിയുന്ന ഒരാളെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്നോട് ആരും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചോദിക്കരുത്. എൻ്റെ ചാനലിൻ്റെ പർപ്പസ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ആരും എന്നോട് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചോദിക്കുകയും ചെയ്യരുത്. സ്റ്റോക്ക് റെക്കമെൻഡേഷൻ തരാനല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നമ്മുടെ ആ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. നമ്മൾ സ്വയം മനസ്സിലാക്കണം പല കാര്യങ്ങളും. എൻ്റെ വീഡിയോൻ്റെ പർപ്പസ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യലല്ല. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഐ ആം ഓൾസോ എ ക്യൂരിയസ് ലേണർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്യൂരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തിലാണോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് അതിൽ പഠിക്കുക. സമ്പാദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണമല്ല, അറിവാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഓക്കെ, അപ്പം എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് വരാം.